പിന്നീട് ഇവൻ ഭയങ്കരമായിട്ട് അഭിനയിക്കുമായിരുന്നു പൈസ. അതായത് ഞാനൊരു എങ്ങനെ ചോദിക്കുന്നോണ്ട് ഇത് തോന്നരുത്. ഇല്ല ഇല്ല ഇല്ല, സിനിമയുടെ ഇതിൽ നിങ്ങള് അഭിനയിക്കാൻ പോയി. നാലാമത്തെ പ്രാവശ്യമാണ് ഇത് അനുഭവം ഉണ്ടാകുന്നത്. അതായത് സെയിം അതേ സിനിമേന്റെ സെറ്റ്. അതെ അതെ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. പുറത്തു വന്നിട്ടും ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പലതും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ഹിഡൻ ചെയ്തു വെക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഇതേ സമയം ഒരുപാട് സ്ത്രീകൾ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതും ഇത്തരം കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് പിറകിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പല ക്ലിപ്പുകളും 6 അടി മണ്ണിൽ നിന്ന് പോലും ഇന്ന് വലിച്ചു വാരി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളും ഇന്ന് കിട്ടിയ റിപ്പോർട്ടും വെച്ച് നോക്കുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ് എന്ന് തന്നെ പറയാം. എന്തായാലും അത് സംബന്ധിച്ച് ബ്രോ ഡാഡി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു സ്ത്രീയുമായിട്ട് അതിൻ്റെ അനുഭവം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സീക്രട്ട് ഏജന്റ്. സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വരുന്നത്. മുൻപ് ഇത് സംബന്ധിച്ചൊക്കെ പലരും പറയുന്ന സമയത്തൊക്കെ ഇന്ന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അന്ന് പറഞ്ഞ പല കാര്യങ്ങളൊക്കെ കൂട്ടിയോജിച്ച് നോക്കുമ്പോൾ സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏതായാലും അതൊന്ന് നമ്മൾ കേൾക്കാം, എന്നിട്ട് വാക്യം തിരിച്ചു. ഇവൻ ഭയങ്കരമായിട്ട് അഭിനയിക്കുമായിരുന്നു പൈസ. അതായത് ഞാനൊരു എങ്ങനെ ചോദിക്കുന്നോണ്ട് ഇത് തോന്നരുത്. ഇല്ല ഇല്ല ഇല്ല, സിനിമയുടെ ഇതിൽ നിങ്ങള് അഭിനയിക്കാൻ പോയി. നാലാമത്തെ പ്രാവശ്യമാണ് ഇത് അനുഭവം ഉണ്ടാകുന്നത്. അതായത് സെയിം അതേ സിനിമേന്റെ സെറ്റ്. അതെ അതെ. അപ്പൊ 1, 2, 3 വട്ടം ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതേ സെറ്റ്? ഇല്ല ഇല്ല, ആദ്യം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഇതില് എല്ലാം പുറത്തുനിന്നുള്ള എല്ലാ ആർട്ടിസ്റ്റൊന്നും ഇല്ല, ജസ്റ്റ് വളരെ കുറവ് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ആ സിനിമയ്ക്ക്. കോവിഡ് ടൈം ആയിരുന്നില്ലേ അന്ന്? അതെ അതെ, അസോസിയേഷന്റെ ബേസിൽ കൊറോണ ടെസ്റ്റ് എടുത്ത കുറച്ച് ഫാമിലീസ് മാത്രമേ ഉള്ളായിരുന്നു അവിടെ ചെല്ലാൻ ഇതായിട്ടുള്ളായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ പോയി നൈറ്റ് ഉണ്ണിമോഹന്റെ ഒരു കല്യാണത്തിന്റെ ഷോട്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി 3 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ടൈമിൽ ശംഷാബാദ് വെച്ചൊരു ഷൂട്ടായിരുന്നു, അതിന് പോയി. മൂന്നാമത് മോഹൻലാൽ സാറുമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് രാമോജിയിൽ പോയി. പിന്നെ വണ്ടി ഇങ്ങനെ തിരിച്ചു കേരള രജിസ്ട്രേഷന്റെ വണ്ടി വരുന്ന ഒരു ഷോട്ടായിരുന്നു. അങ്ങനെ 3-4 പ്രാവശ്യം പോയപ്പോൾ അന്ന് ആദ്യം അവിടെ വെച്ചാണ് പറയുന്നത് അടുത്ത ഷൂട്ടുണ്ട്, ഇത് കല്യാണിയുടെയും പൃഥ്വിരാജിന്റെയും കല്യാണത്തിന്റെ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നതായിട്ടാണ് ഷോട്ട്. അപ്പൊ ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ ചെയ്ത് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അവിടെ വെച്ച് തന്നെ ഞങ്ങളോട് എല്ലാവരും സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് തിരിച്ച്. അത് കഴിഞ്ഞിട്ട് പുള്ളി വിളിച്ചിട്ട് 3-ാം തീയതി വരാൻ അവിടെ എന്ന് പറഞ്ഞു. 4-ാം തീയതിയാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലൊക്കേഷനുമായിട്ട് കുറേ ദൂരമുണ്ട്, 50 കിലോമീറ്ററോളം ഉണ്ട്. അപ്പൊ അവിടെ റൂം ബുക്ക് ചെയ്യും. അപ്പൊ ഞാൻ ബുക്ക് ചെയ്ത റൂം, അതായത് എന്റെ പേയ്മെന്റ് കൊടുത്ത് ഞാൻ ബുക്ക് ചെയ്ത റൂം, ഈ സിനിമാക്കാരെല്ലാരും ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് സംശയമൊന്നും തോന്നത്തില്ല, ഫുൾ ക്രൂ അതിനകത്തുണ്ട്. അപ്പൊ അവിടെ തന്നെ ഞാൻ ബുക്ക് ചെയ്തു. ഞാനൊരു 5 മണിയായപ്പോ എത്തി. ഞാൻ റൂമിലെത്തിയപ്പോ എന്നോട് പറഞ്ഞു ചീഫ് അസോസിയേറ്റ് വാവായിക്കാരാണ്, അവരുടെ പേര് പറയണ്ട, അവര് ഓൾറെഡി അന്ന് പറഞ്ഞായിരുന്നു എന്റെ പേരൊന്നും പറയരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പം പിന്നെ ജയൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് അസോസിയേറ്റ്. അപ്പം അവരെ കാണാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി റൂമിലേക്ക് വരുന്നതും എനിക്ക് സ്പ്രൈറ്റ് വരുന്നതും. പിന്നീട് പുള്ളി റൂമിൽ നിന്നും പോകുക, എനിക്ക് ബോധം വരുന്ന പുള്ളി റൂമിലില്ല. പിന്നെ എന്റെ ഫോട്ടോ കാണിച്ചപ്പോ ഞാൻ രാത്രി ആയപ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാൻ എന്റെ ഒരു കൂട്ടുകാരിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു എനിക്ക് എന്നാ പ്രോബ്ലം ആവും, എത്രയും പെട്ടെന്ന് റൂം വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ തന്നെ വിളിച്ചിട്ടാണ് ഇങ്ങനെ പ്രോബ്ലം ഒന്നും പറയുന്നില്ല, ഞാൻ ഷൂട്ടിന് നിൽക്കുന്നില്ല, എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് ഹസ്ബൻഡും എന്റെ കൊച്ചും കൂടെയാണ് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. രാത്രിയിൽ ഒരു 3 മണിയൊക്കെ ആയപ്പോ റൂം വെക്കേറ്റ് ചെയ്ത് പോയി ഞാൻ. അത് കഴിഞ്ഞ് വെളുപ്പിനെയാണ് ഈ ഫോട്ടോ എനിക്ക് ഇട്ട് തന്നിട്ട് എല്ലാവർക്കും അയക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്നിട്ട് ഇതിന് ശേഷം നിങ്ങളത് പൃഥ്വിരാജിനോടോ ലാൽ സാറിനോടോ ഒന്നും പറഞ്ഞില്ല? അല്ല, ആദ്യം ഞാൻ പിന്നെ രണ്ടാമത് ഇവന് ചെന്നിട്ട് ഇവന്റെ ഫോൺ മേടിച്ച് ഒടിച്ചു പൊട്ടിച്ചു കളഞ്ഞു. സാംസങ്ങിന്റെ ഒരു ഫോണായിരുന്നു. ലൊക്കേഷനിലല്ല, അവർ താമസിക്കുന്ന ഹോട്ടലിൽ താഴെ ചെന്നിട്ട് വിളിച്ചിട്ട് താഴെ വന്നു. അപ്പൊ ഫോൺ പൊട്ടിച്ചു. പക്ഷെ പിന്നീട് ഇവന്റെ ഈ മെമ്മറിക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിലുണ്ടെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പൈസ വാങ്ങിയത്. പിന്നീട് ഇതേ സെയിം പരിപാടി വേറൊരു ലേഡീന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായായിരുന്നു, ഇതുപോലെ തന്നെ
ഈ സെയിം ബ്രോഡാഡിയുടെ തന്നെ. അപ്പത്തേക്ക് സിനിമ തീർന്നവർ നാട്ടിലോട്ട് പോയി. ഇതുപോലെ എനിക്ക് അറിയേണ്ടത് പൃഥ്വിരാജ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിന് ഞാൻ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഈവൻ L2 ഇല്ലേ, L2ന്റെ ലൊക്കേഷനിലോട്ട് പോയായിരുന്നു, ഷൂട്ടിന് പോയായിരുന്നു. അപ്പൊ ഞാൻ ഈ മൻസൂർ, അപ്പൊ ഞാൻ ഓൾറെഡി ഞാന് പൃഥ്വിരാജിന്റെ പേഴ്സണൽ സെക്രട്ടറി ആരോ ഒരാൾ വഴി ഞാൻ ഇത് അവിടെ അറിയിച്ചു, ഫെബ്കേലും അറിയിച്ചു, അതുപോലെ തന്നെ വനിതാ കമ്മീഷനിലും പരാതി കൊടുത്തു. അപ്പം ഫെബ്കേന്ന് എനിക്കൊരു നോട്ടീസ് പോലെ ഒരു ഇത് അയച്ചു തന്നായിരുന്നു. അതായത് നിങ്ങൾക്ക് നിയമസഹായം എന്ത് വേണമെങ്കിലും ഞങ്ങൾ കൂടെ നിൽക്കും എന്നല്ലാതെ പിന്നീട് അവരാരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഉണ്ട് എന്റെ കയ്യിലുണ്ട്. പിന്നെ പൃഥ്വിരാജ് ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് L2ന്റെ ലൊക്കേഷനിൽ നിന്ന്, അതായത് ആദ്യം L2ന്റെ ലൊക്കേഷൻ കാശ്മീരായിരുന്നു, കാശ്മീർ വെച്ച് ഇവനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇത് ഒത്തുതീർപ്പാക്കാൻ പറ്റുമെങ്കിൽ ഒത്തുതീർപ്പാക്ക്, കേസ് വഴി നടക്കണ്ട, ഒത്തുതീർപ്പാക്ക്. പൃഥ്വിരാജ് അല്ല പറഞ്ഞത്, ചീഫ് അസോസിയേറ്റാ പറഞ്ഞത്. ഈ പൃഥ്വിരാജിനോട് ഇത് ബ്രോഡാഡിന്റെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളത്? ഇല്ല, അപ്പൊ പറഞ്ഞിട്ടില്ല. ഈ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. കേസ് കൊടുത്ത് കഴിഞ്ഞ ശേഷം അപ്പൊ L2ന്റെ ലൊക്കേഷനാണ് ഇയാളെ പിരിച്ചുവിടുന്നത്. L2 അത് കഴിഞ്ഞിട്ടും പൃഥ്വിരാജിന്റേതായ ഫിലിമിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്ന. പിന്നെ പുള്ളി ചെയ്തെന്ന് വെച്ചാൽ മോമോ ദുബായി, പിന്നെ എന്താണ് ഇത് പൃഥ്വിരാജിന്റെ ലൊക്കേഷൻ ആദ്യം തൊട്ടേ ഉള്ള ഒരു വ്യക്തി, അരവിന്ദന്റെ അതിഥികൾ തൊട്ടാണ് പുള്ളി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ സംഗതി പൃഥ്വിരാജിനെ അറിയാം. പൃഥ്വിരാജിന് സംഭവമൊക്കെ അറിയാം. പൃഥ്വിരാജ് അറിഞ്ഞിട്ടാണ് L2ന്റെ ലൊക്കേഷനിൽ നിന്ന് പിരിച്ചു വിട്ടു എന്ന് പറയുന്നു. എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല, പിന്നീട് വർക്ക് ചെയ്തിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. പിരിച്ചു വിട്ടു എന്നും പറഞ്ഞ് അവിടുന്ന് കോള് വന്നു. ഈ എന്ന് പറയുന്ന അസോസിയേറ്റർ ഒരു 12 പ്രാവശ്യത്തോളം എന്നെ ഫോണിൽ വിളിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇവനെ പിരിച്ചു വിടുവാണ്, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നീട് ജസ്റ്റ് ഇങ്ങനെ ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്നല്ലാതെ പിരിച്ചു വിട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നെ പറയുന്നത്. പക്ഷെ പിന്നീട് വർക്ക് ചെയ്തോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇനി ഇതില് വേറൊരു ഡൗട്ട് ഞാൻ ചോദിക്കുന്നത്, ലാൽ സാർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? മോഹൻലാൽ സാറിന് ഈ സംഭവം നടന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ മറ്റേ വേറൊരു മുരളി എന്ന് പറയുന്ന ഒരു ഹെയർ ഇല്ലാത്തൊരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലാൽ സാറിന് നേരിട്ടല്ല, മെയിൽ അയച്ച് അന്ന് മെസ്സേജ് അയച്ചിരുന്നു, സാർ ഇങ്ങനെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി കണ്ടിട്ടില്ല അത്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയക്കണേ. ഇവർക്ക് ഇത് സിനിമയിലുള്ളവർക്കൊക്കെ അറിയാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെന്ന് ആരോട് പറയുമ്പോൾ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമാണ്, നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. പക്ഷെ എനിക്ക് എന്റെ ലൈഫ് പോയി, എന്റെ കുഞ്ഞിനും ഞാനിപ്പോ ജീവിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ നിലവിലെ സത്യങ്ങള് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ പൃഥ്വിരാജിന്റെ സിനിമ ലൊക്കേഷനിലൊക്കെ തന്നെ ആയിരുന്നു ഇത്. ആ അനുഭവങ്ങള്, ആ സ്ത്രീക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോഴേ പിന്നീട് ഒരു സമയത്ത് ഇത് മറ്റൊരു സ്ത്രീയിലേക്ക് ആവർത്തിച്ച സമയത്ത് ആ സ്ത്രീയോട് പറഞ്ഞത് കൊണ്ട് മാത്രം ആ സ്ത്രീയും അതിന് ഇരയാവാതിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് പൃഥ്വിരാജിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഈ സംഭവം പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു, കണ്ടില്ലേ നമ്മളെ സീക്രട്ട് ഏജന്റ്. അപ്പൊ അതുമായി സംബന്ധിച്ച് പിന്നീട് പൃഥ്വിരാജിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമ്മൾ കാണാം. ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ ആക്ച്വലി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എന്നോട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല, അല്ലെങ്കിൽ അത് ആ അധികാരം ആരുടേതാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ദാറ്റ്സ് എ കോൾ ദേ ഹാവ് ടു ടേക്ക്. എൻ്റെ ആഗ്രഹം ഇതേ ഉള്ളൂ, ആ എക്സസൈസ് എന്തിനായിരുന്നു? ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് രൂപീകരിച്ചതിന് പിന്നിലത്തെ ഉദ്ദേശം എന്തായിരുന്നു, അത് നിറവേറ്റപ്പെടണം. ഇഫ് ഇറ്റ് ഇസ് മെന്റ് ടു ക്രിയേറ്റ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്, അതുണ്ടാകണം തീർച്ചയായിട്ടും. അല്ലേ പിന്നെ ആ എക്സസൈസിന്റെ ആവശ്യം തന്നെ ഇല്ലല്ലോ. അത് ഞാൻ പൂർണ്ണമായിട്ടും അത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ കറക്റ്റ് ആണ്. സത്യം പറഞ്ഞാല് ഈ ഒരു സമയത്ത് പല നടന്മാരും അവരുടെ സൈഡ് പറയാനും ഇത് സംബന്ധിച്ച് സ്റ്റേറ്റ്മെന്റ് പറയാനൊക്കെ ഒന്നും ഹിഡൻ ആണ്, എന്തൊക്കെയോ എങ്ങനെ ആയാലും. പക്ഷേ പൃഥ്വിരാജിന്റെ സൈഡിൽ നിന്ന് ഈ ഹേമ കമ്മീഷനുമായിട്ട് നമ്മൾ സഹകരിക്കണമെന്നും, യഥാർത്ഥത്തിൽ പൃഥ്വിരാജിന്റെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഹേമ കമ്മീഷൻ വന്ന സമയത്ത് അതുമായിട്ട് സഹകരിക്കണം എന്നും വളരെ കറക്റ്റായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ ബേസിൽ അതിന് വളരെ പെർഫെക്റ്റ് ആണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറയാറില്ലേ, മനസ്സിൽ കളങ്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പുറത്തേക്ക് അത് പുകഞ്ഞു കാണും എന്നുള്ള സത്യം. അതേപോലെ തന്നെ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിന്റെ മനസ്സിൽ ഒന്നുമില്ല,
അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഇത്തരം സിനിമാ സെറ്റുകളിലെ പൃഥ്വിരാജിന്റെ മനോഭാവം എന്നുകൂടെ നമുക്കിവിടെ തിരിച്ചറിയാനാണ് കഴിയുന്നത്. ഏതായാലും നമുക്കറിയാമായിരിക്കും ഇത് സംബന്ധിച്ചും സിനിമയിൽ നടക്കുന്ന ഒരുപാട് വിഷയത്തിൽ ഒരു കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും സിനിമയുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിലകൻ ചേട്ടന് സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുവെന്നും തിലകൻ ചേട്ടന് ഒരുപാട് പ്രശ്നങ്ങൾക്ക് തുറന്നടിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പലർക്കും അറിയായിരിക്കും. അന്നൊന്നും ഇത്രമാത്രം സോഷ്യൽ മീഡിയ സജീവമല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ആരും അന്ന് അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നതിനോ അതിനൊന്നും ആരും അധികം മുതുകാറുമില്ലായിരുന്നു. കാരണം നമ്മൾ പലയിടങ്ങളിലും ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഷമ്മി തിലക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകന് വളരെ സജീവമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ഒപ്പം ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് തിലകൻ ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊന്നും നമ്മൾ കേട്ടിട്ട് വരാം. അമ്മ എന്ന സംഘടനയോട് എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ട്, അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. സത്യം അതുപോലെ തന്നെ ഫെഫ്കയിലും തിലകൻ എന്ന് പറയുന്നത് ഒരു കളങ്കമില്ലാത്ത മനുഷ്യനാണെന്ന് നമ്മൾ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം വളരെ സത്യസന്ധമായിരുന്നു. പല സിനിമയിലെ പല കാര്യങ്ങൾക്കും നേർത്ത് ഉറച്ച ശബ്ദത്തോടെ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ സിനിമയിലും അതേപോലെ അദ്ദേഹത്തിന്റെ നേർ ജീവിതത്തിലും അദ്ദേഹം ഒരേ മനുഷ്യനായിരുന്നു എന്നുള്ള ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ അമ്മ എന്ന് പറയുന്ന ഒരു താര സംഘടന ഉണ്ടെങ്കിൽ അതിൽ പലരും ഇത്തരത്തിലുള്ള ഈ സിനിമയുടെ ബാക്ക് കാസ്റ്റിംഗ് കൗച്ചിനും ഇത്തരം സ്ത്രീകളോടുള്ള മനോഭാവത്തിനൊക്കെ വളരെ ഈ ഒരു ഇതിനൊക്കെ അനുകൂലിച്ചുകൊണ്ടുള്ള കുറച്ച് ആളുകളുണ്ട് എന്നുള്ളതിന് വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ, കാരണം തിലകൻ അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്ന് പുലരുകയാണ്. തിലകൻ അന്ന് പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ ശക്തമാണ്, സത്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പലപ്പോഴും അന്ന് തിലകനെ കുറ്റം പറഞ്ഞ പലരും കുറ്റം പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ യാഥാർത്ഥ്യമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും പലരും ഈ കാസ്റ്റിംഗ് കൗച്ചിന്റെ അനുഭവങ്ങളൊക്കെ പലരും പറയാറില്ല എന്നുള്ള ഒരു അനുഭവം ഇതുണ്ട്. സത്യം പറഞ്ഞാല് സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് കുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരത്തില് ഒരു അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് ഈ പങ്കുവെച്ചതായി കുറച്ച് സിനിമയിൽ എത്തിയതിനു ശേഷമൊക്കെ മാളവിക എന്ന് പറയുന്ന സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അവള് ആ അനുഭവം പങ്കുവെക്കുന്നുണ്ട് ഒരു ഇന്റർവ്യൂവിൽ. ഏതായാലും അത് സംബന്ധിച്ച് പലപ്പോഴും നിലപാടുകൾ വ്യത്യസ്തമാവുകയാണ്. കാരണം സിനിമയിൽ കയറുന്നതിന് വേണ്ടി എങ്ങനെയെങ്കിലും കിടന്നു കൊടുത്തിട്ടൊക്കെ അവർ സിനിമയിൽ എത്തിപ്പെടും. പിന്നീട് അവരൊക്കെ നിലപാട് മാറുകയാണ്. ഏതായാലും ഈ ഒരു വിഷ്വൽ കണ്ടതിന് ശേഷം ബാക്കി ഞാൻ പറയാം. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, ഞാൻ അതിൻ്റെ ഒരു വിക്ടിം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിനെ പറ്റിയിട്ട് വേറെ എവിടെയും തുറന്ന് സംസാരിച്ചിട്ടില്ല. പക്ഷെ കുറെ കാലം മുന്നേ, അതായത് ഇപ്പൊ എനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരു സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു റോൾ ഉണ്ട്, അത് കാരണം എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. ആരെ എന്താന്നുള്ളതല്ല, കുറെ കാലം മുന്നേ ഒരു 3 കൊല്ലം മുന്നേ എന്തോ എന്നെ ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം ആ സിനിമേനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരുമല്ല ഇവർ വേറെ ഏതോ ടീമാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞു മഞ്ജു വാര്യരുടെ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ്, അപ്പോൾ അതിൽ മഞ്ജു വാര്യരുടെ മോളായിട്ട് അഭിനയിക്കാനുള്ള ഒരു ചാൻസ് ആണെന്ന് പറഞ്ഞു. ആരായാലും വീണു പോകും. ഞാൻ ഫ്ലാറ്റായി. അത് മഞ്ജു ചേച്ചിയുടെ മോളൊക്കെ ആയിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോവും, മഞ്ജു ചേച്ചി ഒന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട് പോവും. നമുക്ക് ഈ പറഞ്ഞ സിനിമയിൽ കോണ്ടാക്ട്സ് ഇല്ല, ഇത് ജെന്യൂൻ ആണോ നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഓക്കെ, ഞാൻ ഓഡീഷന് വരാമെന്ന് പറഞ്ഞു. ഇവർ എന്നെ ഫുൾ സെറ്റപ്പിൽ ഇന്നോവ കാറൊക്കെ വിട്ടു. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്നോവ കാറൊക്കെ വന്നാൽ, നമ്മുടെ വീട്ടിൽ കാറൊന്നുമില്ല, ഇന്നോവയിൽ വന്നു. ഞാനും അമ്മയും അനിയത്തിയും കൂടിയിട്ടാണ് പോയത്. തൃശ്ശൂർ ഭാഗത്ത് എവിടെയായിരുന്നു ഓഡിഷൻ, നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ ഒരു ചില്ലിട്ട റൂമായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ള ഓഡിഷൻ ചെയ്യുക. ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട്. ഈ ചില്ലിട്ട റൂമിന്റെ പുറത്ത് കൂടെ എനിക്ക് കാണാം, പുറത്ത് എൻ്റെ അമ്മയും അനിയത്തി ഇരിക്കുന്നത് എനിക്ക് കാണാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം എനിക്ക് ഫൈനലി കിട്ടാൻ പോവല്ലേ. അപ്പൊ കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാളവിക മുടി കുറച്ച് പാറിയിട്ടുണ്ട്, അവിടെ ഡ്രസ്സിങ് റൂം ഉണ്ട്, മാളവിക പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ഓക്കെ സാറെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി. ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ നിന്ന് പിടിച്ചു. അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ഉള്ള ഒരാളാട്ടോ. അപ്പോൾ ആ ഒരു നമ്മൾ പറയും നമുക്ക് റിയാക്ട് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഉന്തി മാറ്റി ഓടിക്കൂടെ എന്നൊക്കെ പറയും. പക്ഷെ ചില സമയത്തുണ്ടല്ലോ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും, നമ്മളിങ്ങനെ വേരം കളിച്ച് പോവും. അന്ന് ഞാൻ ഇത്രയും ഇല്ല, ഇതിലും ചെറുതാ. അപ്പോൾ ആൾ പിടിച്ചപ്പോൾ എനിക്കിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാളവിക ഇപ്പോൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാളവികേനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജു വാര്യരുടെ മോളായിട്ടായിരിക്കും, നമ്മുടെ അവസ്ഥേനെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ മാളവിക ഒന്നും അറിയണ്ട, അമ്മ അനിയത്തിയും പുറത്തിരുന്നോട്ടെ, ഒരു 10 മിനിറ്റ് മാളവിക ഒന്ന് ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി, വരയ്ക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാല് മാളവിക ചെയ്തത് ആ അനുഭവം വളരെ സത്യസന്ധമാണ്. ഇത്രയ്ക്കും ആ ഒന്ന് സിനിമയിലൊന്നും വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല, പക്ഷെ എന്നിട്ടും സിനിമയിൽ എത്തിപ്പെട്ടു ഒരുപാട് മുന്നേറി ഈ പെൺകുട്ടി. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ നോ പറയേണ്ട ഇടങ്ങളിൽ നമ്മൾ നോ പറയണം. നോ പറഞ്ഞില്ലെങ്കിൽ അവിടെ പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നീട് നമ്മൾ അതുമായി അനുവദിച്ചു കൊടുക്കേണ്ടി വരും. പിന്നീട് അടുത്ത അവസരങ്ങൾ വരും. ഓരോ അവസരങ്ങളിലും നമ്മൾ ഈ ഒരു സാഹചര്യത്തിലൂടെ തന്നെ കടന്നു പോവേണ്ടി വരും. യഥാർത്ഥത്തിൽ ഈ ചൂഷണത്തിന് ഇരയാവുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പെൺകുട്ടികള്, പ്രത്യേകിച്ച് സ്ത്രീകള് ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് സത്യസന്ധമായ നിലപാടാണ്. പക്ഷേ ഈ സമയത്തും നമ്മൾ എന്നും നിലപാടുകൾ മാറ്റം സംഭവിക്കരുത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നമ്മൾ ഈ ന്യൂസുകളൊക്കെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളൊക്കെ എടുത്തിട്ട് ചകഞ്ഞ സമയത്ത് ഈ ഒരു ക്ലിപ്പ് ഔട്ടായി എന്ന സമയത്ത് മാളവിക തന്നെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതൊന്ന് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക. ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ക്ലിപ്പ് എന്റെ അഭിമുഖത്തിലെ ചെറിയ ഭാഗം മാത്രമാണ്. പലരും മുഴുവൻ അഭിമുഖം കണ്ടിട്ടില്ല. യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് അറിയുകയും ഇല്ല. 10 വർഷം മുമ്പ് നടന്ന അനുഭവമാണ് പങ്കുവെച്ച്. ഞാൻ സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൽ പങ്കെടുത്തവർക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല. അവർ പണം നേടാൻ വേണ്ടി നടത്തിയ ഫേക്ക് ഓഡിഷൻ ആയിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി എൻ്റെ വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ദയവായി ഈ ക്ലിപ്പ് ശ്രദ്ധ നേടാൻ വേണ്ടി ഷെയർ ചെയ്യുന്നത് നിർത്തുക. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് യാതൊരു പങ്കുമില്ല. ഇത് സംബന്ധിച്ച് ഇത് കുറെ മുന്നേ സംഭവിച്ചതാണ്. ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അന്ന് ആ ഇന്റർവ്യൂവിൽ മുഴുവൻ ഭാഗവും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സത്യം പറഞ്ഞാല് ഇന്ന് ഇവളുടെ മനോഭാവം നേരെ തിരിച്ചും ആയി. സത്യം പറഞ്ഞാല് നമ്മള് ഇത് തന്നെയാണ് പലപ്പോഴും നിലപാടുകളില്ലാത്ത ഒരു ഇതിലേക്കാണ് പ്രത്യേകിച്ച് മലയാള സിനിമയിലെ ചില ക്യാരക്ടേഴ്സും ചില കലാകാരന്മാരൊക്കെ മാറി മറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളിത്തിരയിലെ ഇത്രയ്ക്കും വലിയ വെള്ളിത്തിരയിലെ വെള്ളി നക്ഷത്രങ്ങൾക്ക് പലപ്പോഴും ദുഃഖഭാവമാണ്. പലപ്പോഴും താഴേക്കിടയിലുള്ള ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന പ്രയാസം നമ്മൾ ഒരുപക്ഷെ കിടന്നു കൊടുത്തിട്ട് വലിയ ഉന്നതങ്ങളിൽ എത്തുമ്പോൾ ഇതൊക്കെ താഴേക്കിടയിലുള്ളവർ വീണ്ടും അനുഭവിക്കുമ്പോൾ ഇതിനൊക്കെ നിസ്സാരമായി കാണുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വളരെ മോശമാണ്. നമ്മൾ എന്നും ഇരയുടെ കൂടെ നിൽക്കണം എന്നുള്ള നിലപാടിലൂടെ പോകണം. എന്നാൽ മാത്രമേ ഇത്തരം നീചമായ അവസ്ഥക്ക് ഇത്രക്കും നമ്മൾ മനസ്സിലാക്കണം. 1,60,80,85,000 രൂപ ചെലവാക്കിയിട്ടാണ് ഈ ഒരു ഹേമ കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതൊന്നും സിനിമാ സെലിബ്രിറ്റീസുകളുടെ കൈകളിൽ നിന്നല്ല. പക്ഷെ അതൊന്നും അവർ അംഗീകരിക്കുന്നുമില്ല. പക്ഷേ ഇതൊക്കെ സാധാരണക്കാരുടെ പണം ചെലവാക്കിയിട്ട് ഈ വലിയ വലിയ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന, ഇന്ന് പണ്ട് കിടന്നു കൊടുത്തിട്ട് ഇന്ന് വലിയ ആളായിപ്പോ നിലപാട് മാറുന്ന താഴേക്കിടയിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാർക്കും വീണ്ടും സിനിമയിൽ ഇടം കിട്ടണം എന്നുള്ളത് കൂടെ അനുഭവത്തോടെ കൂടെ സിനിമയിൽ നീതി നടപ്പാവണം എന്നുള്ള അനുഭവം കൊണ്ട് കൂടെയാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു നടിക്കെതിരെ ഉണ്ടായ പീഡനത്തിന്റെ ഭാഗമായിട്ട് അന്നൊരു സംഘടന രൂപീകരിച്ചിരുന്നു, WCC. അന്ന് ഈ മഞ്ജു വാര്യറായിരുന്നു അതിൻ്റെയൊക്കെ നേതാവായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഇടക്കാലത്ത് അതിൽ നിന്നൊക്കെ രാജിവെച്ചിട്ട് പുറകേട്ട് പോയിട്ട് പിന്നീട് ഈ പ്രമുഖരായിട്ടുള്ള നടന്മാരോട് കൂടിയിട്ട് പിന്നീട് അതിൽ നിന്നൊക്കെ രാജിവെക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തും ഇന്നും ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് എതിരെ യഥാർത്ഥത്തിൽ ഇത് സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ അതിൻ്റെയൊക്കെ മുൻനിരയിലുണ്ടായിരുന്ന പലരും
പുറകോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സത്യത്തിൽ ഇത്തരത്തിലൊരു പീഡനവും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുമ്പോഴേ സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ, യഥാർത്ഥത്തിൽ പലതും ഇന്ന് അമ്മയിലുള്ള പലരും തന്നെ ഒളിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അന്ന് മുൻപോട്ട് വന്നവരെല്ലാവരും ഇന്ന് പിറകോട്ടടിക്കുന്നു എന്ന്. ഏതായാലും അത് സംബന്ധിച്ചിട്ട് ആ ഹേമ റിപ്പോർട്ടുമായി സംബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു TV ചാനലിൽ, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട്. അതുകൂടെ നമ്മൾ കേൾക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 135 പേജിൽ 268 പാരഗ്രാഫിൽ അവരിൽ ഒരാൾക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. ആ പാരഗ്രാഫ് മുഴുവനും അവർക്കെതിരെയുള്ള പരാമർശങ്ങൾ മാത്രമാണ്. വെറും ആരോപണമല്ല, അവർ നൽകിയ മൊഴി സംബന്ധിച്ചും അതിലെ പൊള്ളത്തരത്തെയുമാണ് അത് ചൂണ്ടിക്കാട്ടുന്നത്. ഇനി ആ പ്രസ്തുത പാരഗ്രാഫിലേക്ക് വരാം. WCC അംഗങ്ങൾക്ക് സിനിമയിൽ പിന്നീട് അവസരം കുറഞ്ഞു. കാരണം ലളിതം, അവർ സംഘടനയിലെ അംഗങ്ങളായി. സിനിമയിലെ അതിക്രമങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തി. അതേസമയം ഒരാൾക്ക് മാത്രം സിനിമയിൽ അവസരം കുറഞ്ഞില്ല, മറിച്ച് കൂടി. സ്വാഭാവികമായും നമ്മൾ സംശയിച്ചേക്കാം അവരുടെ മേന്മ കൊണ്ടാണ് അവർക്ക് പിന്നെയും അവസരങ്ങൾ ലഭിച്ചത് എന്ന്. എന്നാൽ റിപ്പോർട്ടിലെ ബാക്കി വാചകങ്ങൾ കൂടി വായിക്കുമ്പോഴാണ് കഥയുടെ ട്വിസ്റ്റ് മനസ്സിലാകൂ. ഈ സ്ഥാപക നടി കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. അവരുടെ മൊഴിയുടെ ചുരുക്കം ഏതാണ്ട് ഇങ്ങനെയാണ്: മലയാള സിനിമയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും നേരിടുന്നില്ല, ലൈംഗിക ചൂഷണവും നടക്കുന്നില്ല, അത്തരമൊരു സംഭവം താൻ കേട്ടിട്ടേയില്ല. ഇതിൽ കേട്ടിട്ടില്ല എന്ന വാക്കിന് അടിവരയുണ്ട് റിപ്പോർട്ടിൽ. അടിപൊളി. ഒരു തവണയല്ല, ആവർത്തിച്ചാവർത്തിച്ച് അവർ ഈ മൊഴി പറഞ്ഞുവെന്നാണ് കമ്മിറ്റി വ്യക്തമാക്കുന്നത്. തൊട്ടുചേർന്നുള്ള കമ്മിറ്റിയുടെ വാചകം കൂടി വായിക്കണം. ഇത്രമാത്രം. സത്യത്തിൽ നിന്നും വളരെ അകലെയാണ് ഈ മൊഴി. സ്വാർത്ഥ നേട്ടത്തിനായി ഈ താരം കള്ളം പറയുകയാണ് എന്ന് സമിതിക്ക് ബോധ്യപ്പെട്ടു. ആ താരം നൽകിയ തെളിവുകൾക്കും മൊഴിക്കും അതിനാൽ തന്നെ വലിയ വില കൽപ്പിക്കാനാവില്ലെന്നും സമിതി പറയുന്നു. മറ്റാരും തന്നെ ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുമില്ല. സ്ഥാപക നേതാക്കളിലെ 3 പേർ സംഘടന വിടുകയോ സജീവമല്ലാതാകുകയോ ചെയ്തു. ആരെല്ലാമാണ് WCC വിട്ടുപോയ ആ സ്ഥാപക അംഗങ്ങൾ? 1 സംവിധായിക വിധു വിൻസെന്റ്, 2 നടി സുരഭി ലക്ഷ്മി, 3-മത്തെയാൾ സംഘടനാ അംഗത്വം വിട്ടിട്ടില്ല പക്ഷേ പ്രവർത്തിക്കുന്നത് നിർത്തി. മഞ്ജു വാര്യറാണത്. അമ്മയിൽ നിന്ന് അംഗത്വം രാജിവെക്കാൻ WCC അംഗങ്ങൾ തീരുമാനിച്ചപ്പോൾ അതിനോട് മുഖം തിരിച്ചു നിന്നതും ഒരേ ഒരാൾ മാത്രം. കാരണം പവർ ഗ്രൂപ്പിലെ സൂപ്പർ താരത്തിനെതിരെ നിലപാടെടുക്കാൻ ആ സൂപ്പർ നടിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് വിശദീകരണം. നടിക്കിപ്പോൾ കൈനിറയെ പടങ്ങളുണ്ട്. സൂപ്പർ താരങ്ങൾക്കൊപ്പം തന്നെയാണ് മിക്കതും. ആരായിരിക്കാം കമ്മിറ്റിയിൽ എല്ലാം നിഷേധിച്ച് മൊഴി നൽകിയ ആ നടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പ്രേക്ഷകരുടെ ഊഹത്തിലിടുകയാണ്. സത്യത്തില് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്തരത്തിൽ വന്നതിന്റെ യഥാർത്ഥ ഇതാണ്. ഇതില് പലതും ഒളിച്ചു വെക്കുന്നു. യഥാർത്ഥത്തില് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തു വിടുന്നില്ല സത്യം പറഞ്ഞാല്. പക്ഷെ ഈ ഹേമ കമ്മിറ്റിക്ക് തന്നെ അറിയാം ഇവരുടെ പ്രമുഖരായിട്ടുള്ള പലരും ഇതിന് പിറകിലുണ്ട്. അപ്പൊ ഇത് സംബന്ധിച്ചിട്ട് നമ്മൾ ഈ റിപ്പോർട്ടുകളൊക്കെ അതുമായിട്ടൊക്കെ പോകുന്ന സമയത്തും ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ചാണ് കാണുന്നത്. പക്ഷേ ഇനി മറ്റൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ നമ്മൾ ഇതിപ്പോഴും പറയുമ്പോഴും നമ്മൾ വീണ്ടും പല കാര്യങ്ങളും ചികഞ്ഞ് അന്വേഷിച്ചു പോകുമ്പോഴും നമുക്ക് വീണ്ടും സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരികയാണ്. ഒരിക്കലേ കൊല്ലം തുളസി എന്ന് പറയുന്ന ഒരു നടനുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. കൊല്ലം തുളസി എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ പേരായിട്ട് നമുക്ക് തോന്നും. പക്ഷേ കൊല്ലം തുളസി അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. വളരെ രസകരമായിരുന്നു. സത്യസന്ധമായിട്ട് ഇതിന്റെ പിറകിലുള്ള ഇരുട്ടറയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ പഴയത് ചികഞ്ഞെടുക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. സത്യം പറഞ്ഞാൽ ഇവർ തന്നെയാണ് ഇതിനൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയും ഇവര് ഇത്തരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടുകളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതും അതിനൊരു തെളിവാണ്. ഇനിയും തെളിവുകളുണ്ട്. ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാം. സിനിമയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വരുന്നു, പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു. ഉടനെ ചെന്ന് റൂമിൽ പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു AC റൂമെന്ന് എനിക്ക് തന്നു. പോകാൻ നേരത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരും, കടവ് അടയ്ക്കല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്നും പോയില്ലല്ലോ. അവസാനം ഞാൻ ഷാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാർട്ട് 2 ബെഗുകൾ കഴിച്ചു. ക്ഷീണമുണ്ടായി. തിരുവനന്തപുരത്ത് കിടന്ന് പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥവ് തുറന്ന് നോക്കി. ഞാൻ ചരിഞ്ഞ് കിടക്കുക. എൻ്റെ അടുത്ത് വന്നങ്ങ് ഇരുന്നു. ഇതെന്നെ പതുക്കെ തടവാൻ തുടങ്ങി. അങ്ങേർക്ക് പിടികിട്ടി ഇത് പെണ്ണല്ലെന്ന്. അങ്ങേര് ഉടനെ പോയി ലൈറ്റ് ഇട്ട് ആരാ നിന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ കൊല്ലം തുളസി നീയാണോ കൊല്ലം തുളസി? പിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ AC റൂമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് അങ്ങനെ അബദ്ധം പറ്റിയത്. അതായത് കൊല്ലം തുളസിക്ക് സത്യസന്ധമായ ഒരു അവസ്ഥയിലൂടെ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സത്യത്തില്
ഇത് കൊല്ലം തുളസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയറിൽ അദ്ദേഹം കുറച്ച് ഡ്രിങ്ക് കഴിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ബേസ് അത്തരത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ആ മനോഭാവത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കൊല്ലം തുളസിക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ട്, പിന്നെ ഇതിലൊക്കെ ഉപരി ചില അമ്മമാരുണ്ട് സ്വന്തം മക്കളെ ഇത്തരം ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി, ഞാൻ മുൻപും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസരം കിട്ടുന്നതിന് വേണ്ടി എന്ത് നെറുകേടിനും ഇത്തരം പെൺകുട്ടികൾക്ക് വലിയ അവസരങ്ങൾ കിട്ടും, ഉയർന്ന മേഖലയിൽ സിനിമയിൽ വലിയ അവസരങ്ങൾ ഉയർന്ന ലെവലിൽ എത്തിപ്പെടും എന്നുള്ളതിന് വേണ്ടിയിട്ട് പലപ്പോഴും കിടന്നു കൊടുക്കണം. അതായത് അമ്മമാരുടെ സപ്പോർട്ടോട് കൂടി മക്കള് ഏതായാലും ആ ഒരു അവസരത്തിൽ ചെയ്യാം, അത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത്. അത്തരം സാഹചര്യങ്ങളിലൂടെ പലപ്പോഴും മുതലെടുക്കുന്ന ഒരു സ്വാഭാവിക അവസ്ഥ കൂടെ മറ്റൊന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചക്കപ്പഴം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലൊക്കെ വളരെ സജീവമായിട്ടുള്ള അതിലൊരു ഫേം കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച്. ഇനിയും ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, പക്ഷെ ഇതിന് വില്ലിംഗ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നവരുണ്ട്. മനസ്സിലായോ? ഇപ്പം നമുക്കൊരു അവസരം വേണം, ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ റെഡിയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ടത് എന്നുവെച്ചാ ചെയ്യാൻ റെഡിയാണെന്നും പറഞ്ഞ അമ്മമാര് തന്നെ കൊണ്ടുപോയി എൻ്റെ മൂക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഓക്കെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പം എങ്ങനെ നമുക്കൊരു പുരുഷ സമൂഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റും? റെഡി ആയിട്ടുള്ളവരുണ്ടല്ലോ ഉണ്ടല്ലോ. അപ്പം ദാറ്റ് ഇസ് എ മ്യൂച്വൽ തിങ്. അവർക്ക് ഓക്കെയാണ്, ഇവർക്കും ഓക്കെയാണ്. പിന്നെ നടുക്കിടക്കുന്ന നമുക്ക് എന്ത് കുഴപ്പം? പിന്നെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഭർത്താവിനോടാണ് വന്ന് ചോദിക്കുന്നതെങ്കിൽ അപ്പം എടുത്തിട്ട് കുരിച്ചേർത്ത് ഇടിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ എനിക്ക് ഒട്ടും അറിയാത്ത ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഒരാൾ റെഡിയാണ്, അവിടെ ഒരാൾ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവസരം കിട്ടുന്നു, അവർ മുമ്പോട്ട് പോകുന്നു, പോകാതിരിക്കുന്നു, അതൊക്കെ ഏതായാലും വളരെ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു വരുന്നത്. പല ആളുകളും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് തുറന്നു പറഞ്ഞ കഥകൾ പുറത്തേക്ക് ചകഞ്ഞെടുക്കാനുണ്ട്. കാരണം അത്രമാത്രം നെറികെട്ട അവസ്ഥയാണ് സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു പെൺകുട്ടിക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ മലയാള സിനിമ എന്ന് പറയുന്നത് ഒരുപാട് മലയാളികളുടെ മനസ്സിലും അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സിനിമ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നാളെ ഒരുപാട് കലാകാരിമാരുടെയും കലാകാരന്മാരുടെയും അവസരങ്ങൾ ഇല്ലാതാക്കും. ഒരു പക്ഷേ നാളെ മലയാള സിനിമ തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരരുത്. അതുകൊണ്ട് തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള ഇത്രയൊക്കെ മനുഷ്യര്, ഒരുപാട് നടന്മാര്, പ്രമുഖരായിട്ടുള്ള നടന്മാര് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മലയാള സിനിമയെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ മുന്നിൽ പങ്കുവെച്ചത്. ഇത്തരം സത്യസന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുകളിൽ പോലും പലപ്പോഴും പേടിപ്പെടുത്തുന്ന രംഗത്തിലാണ് പോകുന്നത്. കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, ഈ കമ്മീഷൻ റിപ്പോർട്ടുകളൊന്നും പുറത്തു വിടാത്തത് കൊണ്ട് തന്നെ പോലീസിനോട് പോലും ഇതേക്കുറിച്ച് പറഞ്ഞിട്ട് പോലീസ് പോലും ഇതിന് കേസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തില് നമ്മള് ഇന്നത്തെ ലോകത്ത് വളരെ മോശം സാഹചര്യമാണ് സിനിമ ഇൻഡസ്ട്രിയും പല ഇൻഡസ്ട്രികളിലും. യഥാർത്ഥത്തില് നമ്മൾ ഇത്തരം സിനിമയുടെ പിറകിലെ വശങ്ങൾ പലർക്കും കാണാനും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥത്തില് ഒരുപാട് ആളുകൾക്ക് കഴിവുകളുണ്ട്, അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസമാണ് സാധാരണ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാറ്. പക്ഷേ സിനിമയിൽ കിടന്നു കൊടുക്കുകയും അത്തരം വ്യഭിചാരത്തിനും അത്തരം പീഡനത്തിനും മാത്രം പ്രാമുഖ്യം നൽകി ആരാണോ അതിന് മുന്നിൽ നന്നായിട്ട് ഇത്തരം അവർക്ക് വേശ്യാവൃത്തിക്ക് പെർഫോം ചെയ്യുന്നത് അവരെ മാത്രം സിനിമയിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലൂടെ സിനിമ കടന്നു പോകുമ്പോൾ ഒരു വലിയ അപകടത്തിലേക്കാണ് മലയാള സിനിമ ഇൻഡസ്ട്രി കടന്നു പോകുന്നത്. ഏതായാലും തിലകന്റെ അന്നത്തെ വാക്കുകൾ വളരെ സത്യസന്ധമാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ പിറകിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേ വളരെ അപകടകരമായ സാഹചര്യമാണ് ഇന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ, 1,60,85,000 രൂപ സാധാരണക്കാരന്റെ പണം ഉപയോഗിച്ച് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്ന സമയത്ത് സത്യങ്ങള് ഓരോ വ്യക്തിയും ആരൊക്കെ ആ പ്രമുഖരെയൊക്കെ പുറത്തുവിടണം. കാരണം നാളെ ഇത് ആവർത്തിക്കരുത്. നാളെ പലർക്കും സിനിമയിൽ ഉയർന്നു വരണം. പലപ്പോഴും പല സിനിമയിലെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് കുടുംബ
പരമായിട്ടും പാരമ്പര്യപരമായിട്ടും ഒരു കുത്തകയായി മാറിയിട്ടുണ്ട്. ഒരിക്കലും മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കഴിവുള്ളവന് വളർന്നു വരണം, കഴിവുള്ളവന് പണമുണ്ടോ എന്നുള്ളതല്ല. പക്ഷേ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് സൗന്ദര്യവും ഭംഗിയും കളറും ഇത് മാത്രമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതികളൊക്കെ ഒന്ന് മാറണം എന്നുള്ളതാണ്. ഏതായാലും ശക്തമായി നമ്മൾ പ്രതികരിക്കണം. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പുതിയ മറ്റൊരു വീഡിയോസ്